ഹായ് ഓൾ, കെബിയൻ്റെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവുകളിലൊന്ന് കെബിയൻ ടോക്സിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും സന്തോഷം അതിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട കോ ഫൗണ്ടർ ഷിഫിൽക്കയാണ് ഇന്നുള്ളത് കൂടെ. ഷിഫിൽക്ക നമുക്കെല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലാണ് ശരിക്കും ഓൺട്രപ്രണർഷിപ്പ് എൻജോയ് ചെയ്യുന്നതെന്ന് ഞാൻ പറയും, സത്യം പറഞ്ഞാൽ. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു 3 വർഷം മുമ്പ് പരിചയപ്പെടുന്ന അന്ന് മുതൽ തന്നെ കേൾക്കുന്ന വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഷിഫിൽക്ക, ആദ്യം തന്നെ താങ്ക് യു. നമ്മോടൊപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ അല്ലേ ഒരു സെഷനായിരിക്കും ഇങ്ങനത്തെ. ആദ്യം ഷിഫിൽക്ക ഒന്ന് ഫ്രം വേർ, എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം. എൻ്റെ പേര് ഷിഫിൽ മുഹമ്മദ്, കളമശ്ശേരിയാണ് സ്ഥലം. ബിസിനസ് സെഗ്മെൻറ്റ് വരുന്നത് സൈനേജസ് മാനുഫാക്ചറിങ് ആണ്. അതായത് വളരെ ആഗ്രഹത്തോടു കൂടി ഒരു സംരംഭകൻ മുന്നോട്ട് വന്ന് ഒരു പ്രസ്ഥാനം തുടങ്ങി, അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വരുന്ന വൺ ഓഫ് ദ പ്രൈം റിക്വയർമെൻ്റ് ആയിരിക്കും എപ്പോഴും അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ സൈനേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഫോളോ ചെയ്ത് പോകുന്ന ഒരു കമ്പനിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ആ കമ്പനി ഫോം ചെയ്തിട്ട് അതിനെ ആളുകളിലേക്ക് അറിയിക്കുന്ന ഫിസിക്കൽ രൂപത്തിന്റെ ഏറ്റവും പീക്ക് അല്ലേ, ഏറ്റവും പീക്ക് മൊമെന്റ്. ഇപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റയിലൊക്കെ റീൽ കാണുന്നുണ്ട്, പീക്ക് മെയിൽ മൊമെന്റ് എന്നൊക്കെ പണ്ടുള്ള കുറെ കണ്ടന്റൊക്കെ കാണാം. അതുപോലത്തെ ഒരു കാര്യമായിരിക്കും ഒരു ഓൺട്രപ്രണർഷിപ്പിനെ വെച്ചിട്ട്. പീക്ക് ഓൺട്രപ്രണർഷിപ്പ് മൊമെന്റ് ആയിരിക്കും ആ സൈനേജ് സെറ്റായി വരുന്ന മൊമെന്റ് അല്ലേ. അത് ഞാൻ എൻ്റെ കമ്പനിയുടെ സൈനേജ് എൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാണുമ്പോൾ വന്നൊരു സന്തോഷമുണ്ട്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഇൻ ഹൗസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ വരുന്ന ഒരു ഹാപ്പി മൊമെന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഭാഗമായിട്ട് പല കമ്പനികൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പലരുടെയും കൂടെ നിന്നിട്ട് ആ സന്തോഷം കാണാൻ മനസ്സിലാക്കാൻ. അത് പറയുമ്പോൾ തന്നെ ഷിഫിൽക്കാരുടെ മുഖത്ത് വരുന്ന ഒരു ഹാപ്പിനെസ് ആണ് സത്യം പറഞ്ഞാൽ. അയാൾ ആ ഓൺട്രപ്രണർഷിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ. ഞങ്ങൾ സാധാരണ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാണ് നമ്മൾ ഓരോ ആളുകൾക്കും വേണ്ടി ചോദിക്കുക. എനിക്ക് എൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഫുൾ ടൈം 24/7 എൻ്റെ ബ്രാൻഡിനെ ആളുകളിലേക്ക് കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് ഏറ്റവും ഇന്നത്തെ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ അത് കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ എപ്പോഴും ആലോചിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്ര ആഡംബരമായിട്ട് ഇത് ചെയ്യണമെന്നുള്ളൊരു ചിന്തന വരിക. കാരണം അതൊരു കോസ്റ്റ്ലി ഇടപാടല്ലേ എന്നുള്ള ചിന്തയാണ് ആ ഒരു സൈനേജിലെ. ഇപ്പോഴത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് എറണാകുളത്ത് ആയതുകൊണ്ട് നമ്മൾ പല രീതിയിലുള്ള ലക്ഷൂറിയസ് ഹോർഡിങ്സ് മുതൽ എല്ലാം നമ്മൾ കാണുന്നതാണ് സൈനേജസ് അല്ലേ. അപ്പോൾ ഷിഫിൽക്കാക്ക് ആ ഒരു കൺസെപ്റ്റിനോട് ഒരു നോർമൽ ഒരു ഓൺട്രപ്രണർ ഇതിനെ എന്തായാലും കോസ്റ്റ് വൈസ് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്, ഇതിനെ എങ്ങനെ കാണണം? ഇതിനെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാൻ കഴിയുന്നത്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. പക്ഷേ ഞാൻ അവരോട് പറയാം, നിങ്ങൾ ഇതിനൊരു എക്സ്പെൻസീവ് സംഭവമായിട്ടല്ല കാണുന്നത്, നിങ്ങൾ ഇതിനൊരു നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടു, ഒരു ബേസിക് ഇൻവെസ്റ്റ്മെന്റ്. യെസ്. അപ്പോൾ അത് ഒരു 24 hours നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബ്രാൻഡ് അവിടെ കത്തിത്തെളിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അതൊരു പ്രൗഡ്ഫുൾ മൊമെൻ്റ് ആയിട്ട് കാണുന്ന എൻ്റർപ്രണേഴ്സ് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അവർ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതിനൊരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ROI എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു എക്സ്പെൻസ് അല്ല അല്ലേ. അതുപോലെ ഇപ്പം എന്താ കാരണം, ഇത് ചോദിക്കാനുള്ളൊരു കാരണം, ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അല്ലേ. അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സാധാരണ പറയുകയാണെങ്കിൽ ഫ്ലെക്സ്, സാധാരണ ആളുകൾ ഫ്ലെക്സ് ബോർഡുകൾ പോലുള്ള അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതുമുതൽ ഭംഗിയായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ് അതിൽ തന്നെ. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താലോ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലെക്സ് ബോർഡുകൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ സെഗ്മെന്റ് അത് വരുന്നില്ല. ഞങ്ങളുടെ സെഗ്മെന്റിൽ ഫ്ലെക്സ് ബോർഡ് വരുന്നില്ല. അതിന് ഉപരി ഒരു 3D അല്ലെങ്കിൽ 2D ഇൻലേ ലൈറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അടക്കം ഉള്ള സൈനേജസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ക്ലയൻറ്റിന് മുമ്പിൽ അത്തരത്തിലൊരു പ്രസന്റേഷൻ വെച്ച് കഴിയുമ്പോൾ അവർ ഫ്ലെക്സ് എന്നുള്ള കൺസെപ്റ്റായിട്ട് വരുന്ന പലരും നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പ്രൈസ് വേരിയേഷൻ വരുന്നില്ല അവിടെ. പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ തന്നെ കാണുമ്പോൾ മൊത്തത്തിൽ നമ്മളൊക്കെ തിരിക്കും ക്ലയന്റ്. കാരണം ക്ലയന്റിന് ബിസിനസ് തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് മുന്നോട്ട് പോകണം. വരുന്ന കാലഘട്ടങ്ങളിൽ അത് നല്ല രീതിയിൽ വിസിബിലിറ്റി വേണം.
അപ്പോൾ അതിന് നമുക്ക് ആ പെർസ്പെക്റ്റീവ് തിരിച്ചാലും അവർ അതിന് ഓക്കെയാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഫ്ലെക്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ 2D 3D ബോർഡുകളുണ്ട്, പിന്നെ ഫോമിൽ ചെയ്യുന്നുണ്ട്. അത് മോസ്റ്റ്ലി ഇൻഡോർ ആണ് വരുന്നത്, ഇൻഡോർ പർപ്പസിനാണ് ഫോമിൽ ചെയ്തിട്ട് വരുന്നത്. ഔട്ട്ഡോറിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഔട്ട്ഡോറിൽ 3D അല്ലെങ്കിൽ 2D ആണ് ഏറ്റവും, അത് വിത്ത് ലൈറ്റ് ആൻഡ് വിത്തൗട്ട് ലൈറ്റും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ സൈനേജിന്റെ ഒരു കപ്പാസിറ്റി അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഓൾ കേരള പ്രൊജക്റ്റുകൾ എടുക്കുന്നുണ്ടോ അതോ എന്താണ് ഇപ്പോൾ നമ്മൾ? അതെ, ആക്ച്വലി നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒരു പേര്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സൈനേജ് രൂപത്തിൽ കാണാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഒരു പേര് വേണം എന്നുള്ള ചിന്തയിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി മറ്റൊരു ബിസിനസ്സിന് ഞങ്ങളെ കസ്റ്റമറായിട്ട് വരുന്ന ഏതൊരാളുടെയും ബിസിനസ്സിനെ ഒരു അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഫാക്ടറാണ് ഈ 24 മണിക്കൂറും കത്തി നിൽക്കുന്ന സൈനേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ലെവൽ സൈനേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആലോചിച്ച് ബുദ്ധിമുട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കസ്റ്റമേഴ്സിനൊക്കെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്നുള്ളതിന് നേരെ ഇംഗ്ലീഷ് ആക്കിയിട്ടില്ല, നെക്സ്റ്റ് ലെവൽ സൈനേജ് എന്നുള്ള പേരിലേക്ക് എത്തി. ഓക്കെ, അതെ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ അവർക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബേസ് ലെവലിൽ അധികം ഫോക്കസ് ചെയ്യാണ്ട് തന്നെ ആ ബ്രാൻഡിങ്ങിലേക്ക് തീരുമാനിച്ച് ഈ ഒരു പേരിൽ വന്നിട്ട് എത്രയായി സമയം? ഹാർഡ്ലി ഒരു 2 വർഷം, 2 years ആയി. നമ്മൾ KBN ഒക്കെ സ്റ്റാർട്ടിങ്ങിന്റെ ശേഷം റീബ്രാൻഡിംഗ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നു അന്ന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കൊച്ചിൻ കസ്റ്റം അല്ലേ? അത് നമുക്ക് ആക്ച്വലി ഡിഫറെന്റ് സെഗ്മെന്റ് ആയിരുന്നു. അതിൽ വൺ ഓഫ് സെഗ്മെന്റ് യൂണിഫോംസ് ഉണ്ടായിരുന്നു, ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ഉണ്ട്. അതങ്ങനെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂണിഫോംസ് ഇപ്പൊ ബ്രദറാണ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഫുൾ ടൈം സൈനേജസിലേക്ക് വന്നു. ഓൾ കേരള നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ സൈനേജിന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പം ഞാൻ വ്യത്യസ്ത ബ്രാൻഡുകളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഈ ഒരു ചെറിയൊരു കരിയറിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ ആ സമയത്തൊക്കെ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സൈനേജിൻ്റെ വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ സമയത്ത് ഈ പണി തീർത്ത് തരില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 1-2 ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ വരെ ഈ കാരണം കൊണ്ട് ഡിലേ ആക്കിയിട്ടുണ്ട്. ഡേറ്റ് ഗസ്റ്റുകളുടെ അടക്കം ഡേറ്റ്. കാരണം ഇതാണ് കാരണം. ഇത് ഭംഗിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് ആകെ ഒരു ഉദ്ദേശം പോലെ നടന്നില്ലെങ്കിൽ ആകെ ആ ഓണ്ടർപ്രണർ ആകെ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ നിങ്ങൾ അഷ്യൂർ ചെയ്യുന്നത് നെക്സ്റ്റ് ലെവൽ എന്തൊക്കെ കാര്യങ്ങളാണ് അഷ്യൂർ ചെയ്യുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ അഡ്രസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഈ നെക്സ്റ്റ് ലെവൽ സൈനേജസ്, അതായത് ഇപ്പോൾ ഹാസിൽബായുടെ ബിസിനസ്സിനാണെങ്കിൽ തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും മുമ്പിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെ ബോധവാണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മളൊരു ടൈം ഫ്രെയിം എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മളത് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 2 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ സൈനേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ഹാർഡ്ലി ഒരു 60% മാത്രമാണ് ഇൻഹൗസ് പ്രൊഡക്ഷൻ ഉള്ളത്. ബാക്കി നമ്മൾ തീർച്ചയായിട്ടും ഔട്ട്സോഴ്സ് ചെയ്യണം. ഞാനത് എല്ലാ ക്ലയൻറ്റിൻ്റെ അടുത്തും തുറന്ന് സംസാരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് കാര്യങ്ങൾ കണക്ട് ചെയ്ത് ചോദിക്കാൻ എല്ലാം പ്രൊഡക്ഷനും നമുക്ക് നിലവിൽ ഇപ്പോൾ 60% ആണ് പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഒരു 2026 പകുതിയോട് കൂടിയിട്ട് അതൊരു 80% എത്തിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിന്റെ പുറത്താണ്. എനിക്ക് തോന്നുന്നതൊക്കെ അല്ലേ ഹ്യൂജ് എന്താ പറയുക മെഷീനറീസ് കാര്യങ്ങളും മെഷീനറീസ് ഇപ്പൊ നമുക്കത് പ്രശ്നമില്ല. കാരണം ഒരു 60% മാത്രം ഇൻഹൗസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള എക്വിപ്ഡ് ആയിട്ടുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ഇനി പറയുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കിടക്കണം. നമുക്കും നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. എവിടെ പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത്? കളമശ്ശേരി തന്നെ നമ്മുടെ യൂണിറ്റ് തന്നെ അല്ലേ? നമുക്ക് തീർച്ചയായും നമ്മുടെ ഈ വീഡിയോന്റെ കൂടെ തന്നെ ആളുകൾക്ക് എന്തൊക്കെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ടോ അതൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രൊഡക്ഷനും നമുക്കുണ്ട്, അതുപോലെ ഇൻസ്റ്റലേഷൻ നല്ലൊരു ടീമിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നു. ഞാൻ എപ്പോഴും ഈ 2 വർഷമായതിന്റെ പേരിൽ പല ക്ലയന്റിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ വരുന്നതാണ്. ഒന്ന്, നമുക്ക് ഇൻഹൗസ് 60% ഉള്ളൂ എന്നുള്ളത് നമുക്ക് ടൈം കൺവീനിയൻസ് ക്ലയന്റ് തരുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് പ്രൈം പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ് ഷെഡ്യൂൾ ആദ്യം നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലയന്റ് നമ്മളുടെ അടുത്ത് വന്നിട്ട് അവരുടെ ഒരു ബ്രാൻഡിങ്, അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമ്മൾ അവർക്കൊരു പ്രസന്റേഷൻ കൊടുക്കും. ആദ്യം ഇങ്ങനെയായിരിക്കും ഇതിരിക്കുക, ഒരു ഡിജിറ്റൽ മോക്കപ്പ് അത് കൊടുക്കും. അത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഈ സൈനേജ് നിങ്ങൾക്ക് ഫാബ്രിക്കേഷൻ ശേഷം ഉണ്ടാവുക. എന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മളങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന ഒരു റെഗുലർ പ്രോസസ്സാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഒരു 50% കൺവേർഷൻസ് അതിൽ തന്നെ വരും. കാരണം ആളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന സാധനം ഫിസിക്കലി അയാളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ആൾ കാണുകയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്നായിരിക്കും കമ്മ്യൂണിക്കേഷൻ പിന്നീട് ഫെർദർ പോലെ. അതൊരു ബേസിക് ചോദ്യത്തിലേക്കാൾ ഒരിക്കലും പിന്നെ പോയില്ല. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ മാറി വരുന്നത്. ഫണ്ടിങ് കൂടെ ഇറങ്ങുന്ന സമയം അപ്പോഴായിരിക്കും അല്ലേ? അടിപൊളി.
പിന്നെ നമ്മൾ ഇരിക്കും 1-to-1 ഇരുന്ന് അപ്പോൾ ആൾ ചോദിക്കും. തീർച്ചയായിട്ടും കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്ന എല്ലാ ബിസിനസ് അതെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റ് കട്ടിങ്ങിലേക്ക് നമ്മൾ സഹായിക്കും അവരെ. പിന്നെ എനിക്ക് ഏറ്റവും ലീസ്റ്റ് സാധനം മതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ പറയും, സാർ അങ്ങനെ പറയരുത്, ഇതാണ് ഇതിന്റെ ഒരു പെർസ്പെക്റ്റീവ്, ഇതൊരു ലോങ് ടേം റണ്ണാണ്. ഇപ്പോൾ സാർ ഇപ്പം 2 വർഷം കൊണ്ട് ബിസിനസ് നിർത്തി പോകാനുള്ള ആളല്ലല്ലോ. അതെ, അപ്പോൾ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ROI മുന്നിൽ കാണണം എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയാറുണ്ട്, അവർ അംഗീകരിക്കാറുണ്ട് പൊതുവെ. ഓക്കെ, ഞാൻ ഷിഫ്ലിക്ക ഒരു കാര്യം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണ്. കാരണം നമ്മൾ ഇതുവരെ ട്രഡീഷണലി ഞങ്ങൾ കണ്ടു വന്നിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്ലെക്സുകൾ കാണാം, അതല്ലെങ്കിൽ പിന്നെ അതിൽ ഭംഗിയുള്ള രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ വരച്ച് ചെയ്യുന്നതിനൊക്കെ നല്ല ഭംഗി, അത് കണ്ടിരിക്കാൻ തന്നെ രസമാണ് അത് ചെയ്യുന്നതും ഇതൊക്കെ. ഇപ്പോൾ ഈ ഡിജിറ്റലൈസ് കാര്യങ്ങൾ വന്നതോടുകൂടി ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലേക്കുള്ള ഡിജിറ്റൽ ബോർഡുകൾ, ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ 3D സൈനേജസ് നമ്മൾ കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം അത്ര പെട്ടെന്ന് ആളുകൾ പാഷൻ്റെ പുറത്ത് എത്തിച്ചേരുമെന്ന് സംശയമുള്ള ഒരു മേഖല. എങ്ങനെ ഷിഫിൽക്ക് എങ്ങനെ ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഞാൻ എത്തിച്ചേർന്നത് വലിയ സ്റ്റോറിയാണ്. അതായത് ഞാൻ എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ് കോളേജെല്ലാം കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ തന്നെ അതെ IT ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ മലയാളികളും ചിന്തിക്കുന്ന പോലെ എത്രയും പെട്ടെന്ന് ഗൾഫിലേക്ക് പോയി രക്ഷപ്പെടണം എന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ എൻ്റെ കസിൻ ബ്രദർ തന്നെയാണ് എനിക്ക് അതിൻ്റെ ചാൻസ് തന്നത്. അപ്പോൾ ആള് വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ചെന്നതിൻ്റെ പിറ്റേന്ന് ജോയിൻ ചെയ്യണം, അത്രമാത്രം എനിക്ക് കൺവീനിയൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഫീൽഡ് ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് ഈ സൈനേജസിൻ്റെ മെഷീനറീസിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ ട്രെയിനിങ് പ്രൊഡക്ഷൻ്റെ അതെ. അപ്പോൾ അതിൻ്റെ മെഷീൻ്റെ ഇൻസ്റ്റലേഷൻ, ട്രെയിനിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന മെയിൻ്റനൻസ് സർവീസ്, ഇതായിരുന്നു എൻ്റെ ഒരു സിസ്റ്റമായിട്ട്. എത്ര വർഷം ഏത് വർഷം അതൊക്കെ? ഏതാണ്ട് ഞാനൊരു 10 വർഷത്തോളം ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു. അതെ, അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഞാൻ മെഷീനറീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഇടാൻ പറ്റാത്ത സ്ക്രൂകൾ ഞാൻ ഇന്നും ഒരു പെട്ടിക്കകത്താക്കി എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ബാക്കി ടൂൾസ് ഒരുപാട്. എവിടെ ഗൾഫിൽ എവിടെയായിരുന്നു? ഞാൻ സൗദി ഉണ്ടായിരുന്നു, ബഹ്റൈൻ ഉണ്ടായിരുന്നു, ദുബായ് ഉണ്ടായിരുന്നു, തുർക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതാണ് ഞാൻ നേരത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ മെഷീനറീസ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, സർവീസ്, ട്രെയിനിങ്. അപ്പോൾ അങ്ങനെ ഒരു 10 വർഷത്തോളം പോയി. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് സെറ്റിൽ ആവണമെന്ന് തോന്നി. അതിൻ്റെ ഇടയിൽ വിവാഹം കഴിഞ്ഞു, നാട്ടിൽ സെറ്റിലായി. അപ്പോൾ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഈ സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യൂണിഫോം സെഗ്മെൻറ്റിലാണ്. അതെങ്കിലും വഴിത്തിരിഞ്ഞ് വന്ന ഒരു യൂണിഫോം സെഗ്മെൻറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ യൂണിഫോംസിന് വേണ്ടി നമ്മൾ പല കമ്പനികളെയും അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവർ ചോദിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ സൈൻ ബോർഡുകൾ ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ? അപ്പോൾ ആ സ്പാർക്ക് വീണ്ടും ഇങ്ങനെ കത്താൻ തുടങ്ങി. ടോട്ടൽ ബ്രാൻഡിങ് ഇതിലേക്ക്. അപ്പോൾ നമ്മൾ യൂണിഫോംസിന്റെ പ്രോജക്റ്റുകൾ പതുക്കെ ഒന്ന് സൈഡായി ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതങ്ങ് അവതരിപ്പിക്കും. അപ്പോൾ അന്ന് പോലെ നമ്മളിങ്ങനെ ഔട്ട്സോഴ്സിങ് പരിപാടികളിലൂടെ ആണ് വരുന്നത്. പിന്നീട് മെഷീനറീസ് വന്നു, സ്റ്റാഫ് വന്നു, അങ്ങനെയാണ് ഇത് ലെവലിലേക്ക് വരുന്നത്. ഒരു അത്യാവശ്യം പറയാൻ പറ്റുന്ന ഒരു ലെഗസി നമുക്കുണ്ട് ഈ ഒരു മേഖലയിൽ. കൊള്ളാം, അടിപൊളി. ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ ഇയർലി ഇത് മെയിൻ്റെനൻസ് ആവശ്യമുള്ള അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റ് ആണ് പ്രധാന കാരണം. അപ്പോൾ എന്താണ് നിങ്ങൾ അതിന് കൊടുക്കുന്ന ഒരു ധൈര്യം എന്നുള്ളത് എന്തായാലും അറിയണം നമുക്ക്. ഇതിൽ മെയിൻ്റെനൻസ് ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 2 വർഷം മുമ്പ് നമ്മൾ തുടങ്ങുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുമ്പിലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മെയിൻ്റനൻസിൽ മാക്സിമം ഫോക്കസ് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് കമ്പനി ചെയ്ത സൈനേജസിൻ്റെ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അപ്പോൾ അതിന് ഫോളോ അപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിന് ഒരു പ്രയോറിറ്റി നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. ചില കേസിൽ പർട്ടിക്കുലർ മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷം വരെ വാറണ്ടി കൊടുക്കാൻ കഴിയും. പ്രൊഡക്റ്റിന്റെ മാക്സിമം ഒരു 10 വർഷം വരെ. അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു 10 വർഷം വരെ വാറണ്ടി കൊടുക്കാൻ. അതില് ഫ്രീ സർവീസ് ആണ്, ഫ്രീ സർവീസ് വരുന്നത്. ലൈറ്റിംഗ് എല്ലാം അതിൽ ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും. എനിക്ക് തോന്നുന്നത് കൊച്ചിയിലെ പല പേരുകേട്ട ബ്രാൻഡുകളുടെയും പിന്നെ സൈനേജ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അന്ന് ഓഫീസ് വന്നപ്പോൾ കണ്ടാക്കി വെച്ചത്. വളരെ ലിമിറ്റഡ്. അതായത് കൊച്ചി എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് തന്നെയാണ്. അതിൽ ചെറിയ അല്ലെങ്കിൽ വലിയ കമ്പനികളുടേതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ പ്രൗഡ്ഫുൾ മൊമെന്റ് ആയിട്ടും. കുറച്ച് ക്ലയന്റുകളെ ഒന്ന് എടുത്ത് ഒന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്ന ക്ലയന്റുകളെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും
അറിയുന്ന ഒരു ബ്രാൻഡ് റമദ പോലെയുള്ള ഓക്കെ. പിന്നെ റെസ്റ്റോറന്റ് സെഗ്മെന്റിൽ തന്നെയാണെങ്കിൽ വികാസ് ബാബു സ്വീറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ആ പാലം കടന്നു പോകുമ്പോൾ കാണുന്ന ആക്ച്വലി നല്ലൊരു വ്യൂവിലാണ് ചെയ്തത്. നല്ല സ്റ്റൈലായിട്ടുണ്ട് അവർക്ക്. ഇനി അതിന്റെ കഴിഞ്ഞ ഉടനെ അത് ആക്ച്വലി ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു, പാലം കടന്നു പോകുന്ന ഒരാളും ഇതിന്റെ സൈൻ ബോർഡ് കാണാതെ പോകരുത് എന്നുള്ളത്. ഞാൻ കണ്ടെന്നുള്ളത് ആളെ എന്തായാലും ഒന്ന് അറിയിച്ചേക്കണോ, നമ്മുടെ ഇന്റർവ്യൂ തെളിവായിരിക്കണം. എന്റെ വൺ ഓഫ് ദ ക്ലോസസ്റ്റ് ക്ലയന്റുകൾ ഒരാൾ കൂടിയാണ് ആള്. നമ്മുടെ ഈ ഒരു ടോക്ക് KBN ടോക്സ് അതിനൊരു ഒരു പ്രൂഫായിട്ട് അവിടെ നിൽക്കട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിന് പറ്റുന്ന ഈ ആളുകളെ കംപ്ലീറ്റ്ലി കാറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ട് അല്ലേ നമ്മുടെ കൂടെ? അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 2026 പകുതിയോട് കൂടിയിട്ട് നമ്മൾ അതിലേക്ക് എത്തുന്നുള്ളൂ. ഇപ്പൊ നിലവിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ലിമിറ്റഡ് ടീം വെച്ചിട്ടാണ്, ലിമിറ്റഡ് ടീമിനെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഓൺ ഡിമാൻഡ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് എടുക്കുന്നതാണോ? അതെ. ഞാൻ ഒരു 60% ഇൻ ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു 40% ഒരു വലിയൊരു പാർട്ട് ഔട്ട്സോഴ്സിങ് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിന് നമ്മൾ കുറേ ആളുകൾ ഐഡന്റിഫൈ ചെയ്ത് അവരായിട്ട് സ്ഥിരം റെഗുലറായിട്ട് മീറ്റിങ്ങുകൾക്ക് ഇരുന്ന് അവരിൽ നിന്ന് ഒരു പ്രൈസ് ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ആ 40% മാനേജ് ചെയ്യുന്നത്. അത് ഞാൻ ക്ലയന്റിന്റെ അടുത്തും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലയന്റ് ഒരു 100 രൂപയ്ക്ക് എനിക്ക് സാധനം എന്നുള്ള നിലയിൽ, ഫോർ എക്സാമ്പിൾ ഒരു 100 രൂപയുടെ സാധനമാണ് ക്ലയന്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്കത് എങ്ങനെ ഒരു 95 കൊടുക്കാൻ കഴിയും, സ്റ്റിൽ ഈ ഒരു 40% ഔട്ട്സോഴ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ. ടോട്ടൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കും. അതെ, തീർച്ചയായിട്ടും. മേ ബി ക്ലയന്റിനെ നമ്മളൊന്ന് ചീത്ത വിളിക്കണമെങ്കിലും ധൈര്യമായിട്ട് വന്ന് വിളിക്കാം. അതിനുള്ള ചാൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, വരാതിരിക്കട്ടെ ആശംസിക്കാം അല്ലേ. എന്തായാലും ഈ ഇനിയുള്ള അടുത്ത ട്രെൻഡ് ഈ സൈനേജിൽ എന്തായിരിക്കും? എന്താ ഷിഫ്ലിക്ക് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? സൈനേജ് ട്രെൻഡിങ് ഒരിക്കലും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ കാണുന്നത് വെച്ചാൽ ഇപ്പോൾ ചൈനയിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സംഭവം, അതായത് ഒരു LED സ്ക്രീൻ പോലെ ഒരു സൈനേജ്, LED സ്ക്രീൻ പോലെ നമുക്ക് 3D ലെറ്റേഴ്സ് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷെ അത് കേരളത്തിൽ ഞാൻ ആരും ചെയ്ത് കണ്ടിട്ടുമില്ല. പക്ഷെ നമുക്ക് അതിന്റെ ബഡ്ജറ്റ് വൈസ് ഫീസിബിൾ അല്ല എന്നുള്ളൊരു പ്രോസസ്സിലാണ്. അതെ, സ്റ്റാർട്ടിങ് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അതിലേക്കൊക്കെ വരും. അപ്പോൾ നമ്മുടെ 3D ബിൽ ബോർഡ്സ് ഒക്കെ ഇപ്പോൾ നമ്മളിവിടെ അത് സാധാരണ LED മോഡ്യൂൾസ് ആണ്. അപ്പൊ അത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് അതിന് നമ്മുടെ ഈ സൈനേജിന് പകരം വരാനൊക്കെ ഉള്ള ഒരു അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ സൈനേജസ് എന്ന് പറയുന്നത് ഓരോ N എന്ന് പറയുന്ന ലെറ്ററിന് തന്നെ എനിക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് കൊടുക്കാൻ കഴിയും. ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മളത് ട്യൂൺ ചെയ്തിരിക്കുന്നത് വൈറ്റ് ആണ്. ഒരേ കളറിൽ ബ്ലിങ്ക് ചെയ്യുന്നതിന് പകരം ലൈറ്റ് ഒരു ഫ്ലോ ആയിരിക്കും. ലൈറ്റ് ഇപ്പൊ ഒരു N എന്ന് പറയുന്ന ലെറ്ററിന്റെ ഒരു കോർണറിൽ നിന്ന് യെസ് കറക്റ്റ്. അപ്പൊ അതിലേക്ക് ചൈനയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല. ചൈനയിലെത്തിയല്ലോ, എന്തായാലും അടുത്ത നമുക്ക് നാട്ടിലേക്ക് പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഉണ്ട്, ആരൊക്കെയോ ഉണ്ട്, എവിടെയൊക്കെയോ ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ അതിലേക്ക് എത്തിയിട്ടില്ല, തീർച്ചയായിട്ടും എത്തും. എന്തായാലും ആ ലെവലിലേക്ക് എത്രയും പെട്ടെന്ന് അല്ലേ, നെക്സ്റ്റ് ലെവൽ സൈനേജ് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ, എല്ലാവരെയും എത്തിക്കണം എന്നുള്ളതാണ്. എല്ലാ ബിസിനസ് എല്ലാ ഓണ്ടർപ്രണേഴ്സിനെയും നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെ പുറത്ത് നമ്മൾ ഈ ഒരു പേര് തന്നെ ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം. തീർച്ചയായും. അതുകൊണ്ട് തന്നെ എന്തായാലും KBN-ഉം ഇതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ സത്യം പറഞ്ഞാല് നെക്സ്റ്റ് ലെവലിലേക്ക് ഏതൊരു ഓണ്ടർപ്രണറെയും നമ്മൾ പറയുന്ന പോലെ എംപവർ ചെയ്യുക എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല ഇവിടെ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ജസ്റ്റ് ഒരു ക്യാപ്ഷന് വേണ്ടി കൊടുക്കുന്നതല്ല. ഇവിടെ തീർച്ചയായും നമ്മുടെ കോഫൗണ്ടർ കൂടിയായ ഷിഫിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഓരോ ഓണ്ടർപ്രണറും എൻജോയ് ചെയ്യുന്ന ആ ഒരു ഓണ്ടർപ്രണർഷിപ്പ് മൊമെൻറ്റിന് ഒരു ഭാഗമായിട്ടാണ് നെക്സ്റ്റ് ലെവൽ സൈനേജ് ഉള്ളത്. KBN-ന്റെ കൂടെ അതേ ഒരു റൂട്ടിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്.